അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് 2015 മോഡൽ G4 ഇന്നോവയാണ് നമ്മളിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. KL 44 RTOFICക്ക് നമ്മൾ നമ്പർ ആക്കിയ വണ്ടിയാണ്. രണ്ടാമത്തെ ഓണറിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ നമ്മൾ ഫുള്ള് വീഡിയോ ഇതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ എല്ലാ വീഡിയോത്തിൽ പോലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുള്ള് കണ്ടിട്ട് പരമാവധി നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ നോക്കി വരാം. റൈറ്റ് സൈഡിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു 85% ടയർ 4 ഉണ്ട്. അതുപോലെ ഈ സൈഡിൽ വലിയ അങ്ങനെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അടിയിൽ ഒരു സ്പോയിലർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ടച്ചപ്പ് നമ്മൾ ചെയ്തതാണ്. അതേപോലെ ഇൻഡിക്കേറ്റർ നമ്മളെ ഇൻഡിക്കേറ്റർ വരുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത്. അതുപോലെ ഗ്ലാസ് ക്വാർട്ടർ ഗ്ലാസ് ആണിത്. ഇങ്ങനെ വരികയാണ്. റൈറ്റ് സൈഡിൽ ഫ്രണ്ട് ഗ്ലാസ് ആണ്. റൈറ്റ് സൈഡിൽ ഫ്രണ്ട് ഡോറ് റീപ്ലേസ് ഒന്നും ഡോറ് അങ്ങനെ വലുതായിട്ട് ചെയ്തില്ല. ഇവിടെ ഒന്നും അല്ലാതെ പണിയെടുത്തതായിട്ട് കാണുന്നില്ല. ഇത് റൈറ്റ് സൈഡിൽ ബാക്ക് ഡോറ് 2015 തന്നെ ഒറിജിനൽ ടയോട്ടൻ്റെ ഇത് തന്നെ വരുന്നത്. റൈറ്റ് സൈഡിൽ ബാക്കിലെ ഡോറാണ്. പോസ്റ്റൊന്നും അങ്ങനെ വലുതായിട്ട് പണിയെടുത്തൊന്നും വലുതായിട്ട് കാണുന്നില്ല കേട്ടോ. ഇതൊക്കെ പേസ്റ്റിംഗ് ഒക്കെ ഒറിജിനൽ തന്നെയാണ്. അത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത് റൈറ്റ് സൈഡിൽ ബാക്കിലെ മറുകാടിന്റെ ഗ്ലാസ് ആണ്. 2015 തന്നെയാണ് നിലവിൽ. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 2015 തന്നെയാണ് നിലവിലെ ടയർ ഭാഗം പറഞ്ഞത്. 85% 4 ടയറും തന്നെ ഇതിന് നിലവിലുണ്ട്. അപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡ് വരികയാണെങ്കിൽ ടയറിന്റെ ഭാഗം ഞാൻ പറഞ്ഞു 85% ടയറുണ്ട്. ഇത് ഫ്രണ്ട് ക്വാർട്ടർ ഗ്ലാസ് ആണ്. ഇത് മെയിൻ ഗ്ലാസ് ആണ് വരുന്നത്. കുഴപ്പമില്ലാതെ ഇവിടെ ഒന്നും അങ്ങനെ റീപ്ലേസ് കാര്യങ്ങളൊന്നും കാണാനില്ല. ഇത് ലെഫ്റ്റ് സൈഡില് ബാക്കിലെ ഡോർ ഗ്ലാസ് ആണ്. ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. പിന്നെ ഇതിനെ മാറ്റിയിട്ടുള്ളത് ബാക്കിലെ ഡിക്കി ഗ്ലാസ് ഇതിന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസും ഇതിന് മാറ്റിയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു മറുകാടിന്റെ ഗ്ലാസ് വീഡിയോ ചെയ്യണതേ ഒരു പോസ്റ്റിലായതുകൊണ്ട് പന്നികളൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ എൻജിൻ ഭാഗം നോക്കാം. എൻജിൻ സൈഡ് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻജിൻ സൈഡ് തന്നെയാണ് ഈ ഭാഗം വരുന്നത്. ഇന്റർകൂൾ ഇഞ്ചനാണ് വരുന്നത്. 2015 മോഡൽ വരുന്നത്. ലെഫ്റ്റ് സൈഡില് ബ്രൗണാണ് നിങ്ങൾ കാണുന്നത്. ബ്രൗൺ അങ്ങനെ ഉള്ളതായിട്ട് പണിയെടുത്തൊന്നും കാണില്ല. ബാറ്ററി ഒരു ആവറേജ് ബാറ്ററി, കുഴപ്പമില്ലാത്ത ബാറ്ററി തന്നെയാണ് കേട്ടോ. ഇതുവരെ അങ്ങനെ ബാറ്ററി ഡൗൺ ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒന്നുമില്ല. ഇത് റൈറ്റ് സൈഡിൽ ബ്രൗൺ ആണ് കാണുന്നത്. ഇതുവരെ ബോണറ്റും അങ്ങനെ പേസ്റ്റ് പൊട്ടിച്ച് പണിയെടുത്തായിട്ടൊന്നും നിലവിൽ ഇല്ല കേട്ടോ. ഈ ഇഞ്ചിന് ഓടിയിട്ടുള്ളത് 1,30,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇഞ്ചൻ തന്നെയാണ് എന്ന് പറയാട്ടോ. സൈഡും ഒരു തട്ടുമുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ പേസ്റ്റൊക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കാണാവുന്നതാണ്. അതുപോലെ ഡിക്കി ഒറിജിനൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്ക് ഇതിൻ്റെ ഇന്റീരിയലും കൂടി നോക്കാം. സീറ്റ് കവർ നമ്മൾ പുതിയത് ചെയ്തതാണ്. അതേമാതിരി മാറ്റ് നമ്മൾ പുതിയ ചെയ്തിട്ടുണ്ട്. ടോപ്പും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടോപ്പ് തന്നെയാണ്. ടച്ച് സ്ക്രീന് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ഡാഷ് ഡുവൽ കളറാണ് വരുന്നത്. പിന്നെ എയർ ബാഗ് വരുന്നത് 2 എയർ ബാഗാണ് വരുന്നത്. പിന്നെ സ്റ്റാരിങ് മൂലം ഒന്ന് ലെഫ്റ്റ് സൈഡിലും.
2015 വാഹനം ഓടിയിട്ടുള്ളത് 1,30,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതുപോലെ നമ്മളിപ്പോ അത് കേരളത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. KL 44 ആയിട്ടുണ്ട്. ഇൻഷുറൻസ് പുതിയ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് പറഞ്ഞാല് നമുക്കൊരു 8,80,000 രൂപ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കൊടുക്കാൻ കഴിയും. അതേമാതിരി അത്യാവശ്യം ലോണും നമുക്ക് കയറ്റി കൊടുക്കാം. സിവിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, കറക്റ്റ് ആൾക്കാരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ലോണും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഹിസ്റ്ററി വേണമെങ്കിൽ ഹിസ്റ്ററി എടുത്തോക്കെ നമുക്ക് നമ്മളെ വിളിക്കുക, ബന്ധപ്പെടുകയും ചെയ്താലേ നമുക്ക് അങ്ങനെ ചെയ്യാം. താഴത്ത് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. അതുപോലെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും.